ഹലോ ഗായ്സ്, വെൽക്കം ടു വെടിക്കട്ട് എപ്പിസോഡ് ഓഫ് ടെക്നോ ഫയർ എക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നു മൈൻക്രാഫ്റ്റ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഡെറുക്കൊന്നുമില്ലാതെ നെതറിലേക്ക് പോകാനൊരു തീരുമാനം എടുത്തായിരുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തു. നമ്മൾ സ്പോൺ ആയതൊരു ഐസി സ്ഥലത്തായിരുന്നു. അപ്പോൾ ഐസി സ്ഥലത്ത് നിന്ന് നമ്മൾ ഇച്ചിരി റിസോഴ്സസൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി മോൺസ്റ്റേഴ്സായിട്ട് ഫൈറ്റാക്കി. പക്ഷെ മോൺസ്റ്റേഴ്സായിട്ട് ഫൈറ്റാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളറിയാതെ ചത്തുപോയപ്പോൾ നമ്മൾ നേരെ ഒരു ഐസ് പോലത്തെ സ്ഥലത്തെ ഒരു ഐസ് മലയിൽ കയറി നിന്ന് എന്താ പറയുക മോൺസ്റ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ. അവിടെ വരെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതേപോലത്തെ വെടിക്കെട്ട് എപ്പിസോഡുകളുമായി ഞാൻ വരും. അതുകൊണ്ട് പ്ലീസ് എൻജോയ് ചെയ്ത വീഡിയോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. No. Oh my god. എന്തൊരു ഭംഗിയുള്ള മലയാണ്. ഇതേപോലത്തെ ഒരു മലയായിരിക്കല്ലേ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന നോക്കാം. കണ്ടോ, അവിടെ എല്ലാവരും എന്നെ കാത്തിക്കുക, വായി നോക്കി നിൽക്കുകയെന്നെ. ഞാൻ എന്ത് സുന്ദരനാ. അതുകൊണ്ടായിരിക്കും അവരെന്നെ വായി നോക്കി നിൽക്കുന്നത്. അയ്യോ, ഞാൻ എന്തിനാ ചാടി, എനിക്ക് മനസ്സിലായില്ല. ഓ മൈ ഗാഡ്. ഇത് സ്പീഡ് റണ്ണിങ് ആക്കാണ് ഗൈസ്. ഓടുമില്ലോട്. You can do this. Oh my god, ഇതെന്താ സാധനം? ഇങ്ങനത്തെ സ്കെൽട്ട് നിൽക്കുന്നുണ്ടോ? ഞാൻ അതേടെ വന്നു. ഓ നോ, എനിക്ക് സ്ലോനെസ്സിന് എന്തോ സാധനം തന്നേക്കാ. സ്കെൽട്ട് എൻഡർമാൻ്റെ കണ്ണിലറിയാം, അതുപോലെ നോക്കിയല്ലേ ഗായ്സ്. എൻഡർമാൻ്റെ കണ്ണിലറിയാം, അതുപോലെ നോക്കിയാലേ പ്രശ്നമാണ്. ഓ നോ, സ്കെൽട്ടൻ കാരണം എൻ്റെ സ്പീഡ് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യണമല്ലോ. ഞാൻ എന്ത് ചെയ്യണി? ഇങ്ങനെ തന്നെ എല്ലാപ്പോഴും മാറ്റാം. ഞാൻ ഏതെങ്കിലും വേർഡ് ജനറേറ്റ് ചെയ്തിട്ട് കളിക്കാൻ നോക്കുമ്പോൾ ഞാൻ ലേറ്റ് ആയിട്ട് ഒരു പ്രശ്നമാണ്. എന്നിട്ടിപ്പോൾ എൻ്റെ സാധനം കിട്ടി. വാടാ. എൻ്റെ കൂടുതൽ കളിക്കാൻ വരാ. ഞാൻ ആരാന്ന് തന്നെ അറിയില്ല അവനെ. ഓനോ എന്തായാലും ഇത് ഭക്ഷണം കിട്ടണം. പക്ഷെ ഈ സ്നോ ഏരിയയില് ഭക്ഷണമൊന്നും ഇല്ല. എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല ഗൈസ്. എൻ്റെ സ്പീഡാണെങ്കിൽ കുറയുകയും ചെയ്തു. ഒരു ഷീപ്പിനെ കണ്ടു ഗൈസ്. ഒരു ഷീപ്പിനെ കണ്ടു. ഗൈസ് വേഗം ഭക്ഷണത്തെ കഴിക്കാം ഗൈസ്. എനിക്ക് കഴിക്കാനും പറ്റില്ല. അതിനേക്കാൾ മുന്നേ തന്നെ ഈ സാധനം പോടാ. ഞാൻ മടുത്തു ഗൈസ്, ഞാൻ മടുത്തു. ഞാൻ എന്തൊരു ബാഡ് പ്ലെയർ ആണ് മൈൻക്രാഫ്റ്റ്. ഇത് എത്രാമത്തെ തവണ മരിക്കുന്നത്? രണ്ടാമത്തെ തവണ. ഓ മൈ ഗാഡ്, ഇതെന്താ പറ്റുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മൗസിന് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ ഗായ്സ്, നമ്മൾ ഇതിലേക്ക് പോകുന്നു. ഓക്കെ, വന്നോ എനക്കൊന്നോ. ഞാൻ പോവാ. നിങ്ങളവിടെ ക്രീപ്പറായിട്ട് ഇങ്ങനെ ഹിന്ദിയും പറയുന്നു. എല്ലാരും എന്നെ പുറകെ വരാ. നിങ്ങൾക്കൊക്കെ എന്നെ കിട്ടിയുള്ളൂ ഇങ്ങനെ. ഇത് സിംഗിൾ പ്ലെയർ വേൾഡ് അല്ലേ, അതാണ് കാര്യം. എന്നെ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ.
വേറെ ഒരു ഭയം കണ്ട് ഗൈസ്. ഒരു സാധനം ശരിക്കില്ല ഗൈസ്. ഈ ബയോമിലേക്ക് എന്താണ് നിങ്ങൾക്ക് ഇത്രയ്ക്ക് വെറുപ്പ്? എന്താ മാൻഹണ്ടോ? എന്റെ വെറുതെ കളിക്കാൻ നോക്കാം. ഒരു ചിക്കനെ കൊന്നിട്ട് അതിന്റെ ഫ്രൈ ഒക്കെ കഴിക്കാൻ നോക്കാം ഗൈസ്. ഇവിടെ ചിക്കൻ ഉണ്ട്. ആരും അറിയാതെ പതുക്കെ പോണം ഗൈസ്. നമ്മൾ ചിക്കനെ പിടിക്കാൻ പോവാണ്. നിക്കേ അവിടെ നിക്കേ. അടുത്ത് ചിക്കൻ കഴിച്ചു. ചിക്കൻ എടുത്ത മതി. എവിടെ പോ? കോഴി അവിടെ നിക്കി. എത്ര ചിക്കനാ? വാ നമുക്ക് വേഗം ഒരു വുഡ് ഉണ്ടാക്കാം. വുഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ. ആ ആൾക്കാർ വന്നു. എന്റെ സാധനം ഫുൾ എടുത്തു. ഞാൻ എന്ത് ചെയ്യാനാ? വാ തീറ്റ വേണ്ടേ? അയ്യോ ദേ ആ സാധനം അവിടെ ഉണ്ട് കേട്ടോ. വേണ്ട നീ അവിടെ പോയിക്കോ. എനിക്ക് അവിടെ പോ. എന്നിട്ട് എനിക്കെന്തൊരു സാധനം പിടിച്ചതാ ഗൈസ്. എന്ത് ചെയ്യാനാണ്? സാഡ് ലൈഫ് ഗൈസ്, സാഡ് ലൈഫ്. ഇനിയും ഫുഡ് കളക്ട് ചെയ്യണം. Oh no. ആരെങ്കിലും ഉണ്ടോ വരാൻ? നിങ്ങൾക്കൊന്നും തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ ആം വെരി ഓവർ പവേർഡ് ഗൈ. ഇതിൽ പറ്റില്ല. നിങ്ങൾക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അല്ല ഗൈസിനെ കേട്ടോ ഗൈസ്. ഞാൻ എന്ത് പൊട്ടം കളി കളിക്കുന്നത്. എന്നെ കൊണ്ട് വയ്യ. Let's do this guys. ഇനിയും ഗൈസ് ഞാൻ നേരെ ഇത് കളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ കാണുള്ളൂ ഗൈസ്. അയ്യോ ഞാൻ എന്താ ചെയ്യുന്നത്? ക്രാഫ്റ്റിംഗ് എടുക്കുന്നത് അല്ലെങ്കിലേ പാകുന്നു. എന്നെ കൊണ്ട് വയ്യ. കിട്ടി ഗൈസ്. നമുക്ക് നേരെ സ്ഥലം വിടാം.